Again, sister, welcome to this Rehoboth Supernatural Google Prayer meeting. ഞങ്ങളെ ശുശ്രൂഷിച്ചാലും കടന്നു വന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് എന്റെ സ്നേഹത്തെ ചൊല്ലുന്നതാണ്. ഹല്ലേലൂയ. ഈ രാത്രിയിലും ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ചു വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ നമ്മൾ ദാസിയിൽ കൂടെ കേട്ടു. ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൃപകളെ ഇന്ന് രാത്രി രുചിച്ചറിഞ്ഞ് വിടുതലോടെ നമ്മൾ ഈ രാത്രി മടങ്ങി പോകുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോഴാണ് അലക്ഷ്യഭാവത്തോടോ ഒരു ജൽപ്പനമായിട്ട് അല്ല നമ്മൾ ഇരിക്കേണ്ടതാ. ദൈവത്തിന്റെ സന്നിധിയിലാണെന്ന ബോധ്യത്തോടെ ഇന്ന് രാത്രി നാം ഇരിക്കുമ്പോൾ വലിയ വിടുതലുകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചു മടങ്ങുവാൻ ദൈവം നമ്മളെ സഹായിക്കും. രാത്രിയില് ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരുവചനം ഓർപ്പിക്കുന്ന ഒരു ഭാഗത്ത് നിന്ന് സംസാരിച്ച രാത്രി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് 9-ാം അധ്യായത്തിൽ നിന്ന് 4-ാം വാക്യം ആരെങ്കിലും ശബ്ദമുയർത്തി ഒന്ന് വായിച്ചുവെങ്കിൽ കൊള്ളാമായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിനെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ തിരുപാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. പല ഭവനങ്ങളിലിരുന്ന് പല ദേശങ്ങളിലിരുന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് രാത്രി അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തന്ന നല്ല അവകാശത്തിനായി സ്തോത്രം, തന്ന വചനത്തിനായി സ്തോത്രം. ഈ വചനത്തിൽ നിന്ന് തന്റെ ജനത്തിന് ആവശ്യമുള്ളത് ഇന്ന് രാത്രി പകർന്നു കൊടുക്കണം. ആരും ഭാരത്തോടെ മടങ്ങാൻ ഇന്ന് രാത്രി വലിയ വിടുതലോടെ മടങ്ങുവാൻ ദൈവം ഇടയാക്കണം. ഏത് ആത്മാവിനാൽ എഴുതിയോ അതേ ആത്മാവിൽ ഇന്ന് രാത്രി വിവേചിച്ച നിന്റെ ജനത്തിന്റെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. അവൻ ചുമക്കുന്ന മുഖവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിഥ്യാന്റെ നാളിലെ പോലെ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം, വലിയ പ്രവാചകന്മാരിൽ അഗ്രഗണ്യനെന്ന് വിശേഷിപ്പിക്കുന്ന ദൈവമഹത്വം ദർശിച്ച സ്വർഗത്തിലെ ആരാധനകളെ ദർശിച്ച പ്രവാചകനാകുന്ന യെശയ്യാവ് അദ്ദേഹം ഈ 9-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളില് യേശു കർത്താവിന്റെ പരസ്യ കാലഘട്ടത്തില് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, സെബൂലിൻ ദേശവും നഫ്താലിൻ ദേശവും ആ അന്ധകാരത്തിലകത്തിരുന്ന അതേ മരണത്തിന്റെ ദേശത്തിലും മരണത്തിന്റെ നിഴലുമായിരുന്ന യേശു കർത്താവ് ഇറങ്ങിച്ചെന്ന് ഉദ്ധരിക്കുന്ന ചില കുടുംബങ്ങളെ വിടുവിച്ചെടുക്കുവാൻ പ്രവചന ദൂത് തൊടുത്തുവിട്ട ദൈവം യേശു കർത്താവ് ഉപയോഗിച്ച വ്യക്തിയാണ് പ്രവാചകനായ യെശയ്യാവ്. ഹല്ലേലൂയ. എല്ലാവർക്കും ഒന്ന് സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാവരും പ്രാർത്ഥനയോടെ ആയി പറഞ്ഞാൽ പ്രാർത്ഥിക്കപ്പെടാത്ത ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്, ദൈവം സംസാരിക്കുന്നത്. നാം ആവശ്യമുള്ളവർ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് കർത്താവ് ദൂത് പകർന്നു തരും. ഇന്ന് എന്റെ സ്വന്തം കയ്യിൽ നിന്നല്ല, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രിയില് ഈ വചനത്തിൽ നിന്നുകൊണ്ട് ദൈവം നമ്മോട് സംസാരിക്കുമെന്ന് വിശ്വാസമുള്ളവരെല്ലാം ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിച്ചാട്ട്. അങ്ങനെ യെശയ്യാ പ്രവാചകൻ ഈ 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, 4 കൂട്ടം കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിഥ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞു. ഈ 4 കൂട്ടം കാര്യത്തിൽ നിന്ന് സംസാരിച്ച അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ചുമക്കുന്ന, ഒന്നാമതായി പറയുന്നു, ചുമക്കുന്ന നുകം. നാം എല്ലാവരും കണ്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് വയൽ, ഇന്ന് വയലൊക്കെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് വയലൊക്കെ നികത്തി അവിടെ ഓരോ കെട്ടിടങ്ങള് പല പല കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് രാത്രിയില് പഴയ കാലത്ത് നാം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെ സ്വന്തം ദേശം ചെങ്ങന്നൂരാണ്.
ഞാൻ UAE പ്രദേശത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഹാലലിയ 26 വർഷങ്ങളായി UAE പ്രദേശത്തായിട്ട്. ഹാലലിയ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ചെങ്ങന്നൂരിന്റെ പ്രദേശത്ത് താമസിക്കുമ്പോൾ ഹാലലിയ എന്റെ അമ്മയുടെ കൂടെ വൈകിട്ട് മാർക്കറ്റിൽ പോകുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ ഹാലലിയ അന്നത്തെ വഴികളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു 100 ഏക്കർ പാടമുള്ള ഒരു സ്ഥലത്തൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ അതിനകത്ത് പാടത്തിനകത്ത് അലലിയ നെല്ല് അലലിയ അതെ വിതയ്ക്കുന്ന കാലം കണ്ടിട്ടുണ്ട്, കൊയ്യുന്ന കാലം കണ്ടിട്ടുണ്ട്, മെതിക്കുന്ന കാലമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ അലലിയ ആ ചിന്തയെ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവരുവാൻ ഹാലലി ഞാൻ അല്ലെ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാ. അതെ ആലലിയ ചുമക്കുന്ന മുഖം എന്താണെന്നറിയുമോ? ഈ പാടം ഒന്ന് ഉഴുതുമറിച്ചതിന് ശേഷമാണ് അതിനകത്ത് വിത്ത് വിതയ്ക്കുന്നത്. അതിന് ഉഴുതുമറിക്കാനായി നമ്മുടെ നാട്ടിൽ പണ്ട് കാളകളെ അതിന്റെ മുകളിൽ ഒരു നുകം വെച്ചു കൊടുക്കും. ആ നുകം കൊണ്ട് ഈ അല്ലെങ്കിൽ കാളകൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കാളയുടെ ഉടമസ്ഥൻ ഈ നുകം വെച്ചു കൊടുത്തുകൊണ്ട് ഈ കാളയും കൊണ്ട് ആ അല്ലെങ്കിൽ പാടം മുഴുക്ക നടക്കും, അത് ഉഴുതുമറിക്കാനായിട്ട്. ഇന്ന് എല്ലാം മാറിപ്പോയിട്ടുണ്ട്. എന്നാൽ പഴയ കാലത്തിലേക്കൊന്ന് വന്നേ. അങ്ങനെ അലലിയ ഈ അലലിയ വചനത്തിനകത്ത് ഒരു അടിമത്തത്തെ കുറിച്ചാണ് അലലിയ പ്രവാചകൻ പറയുന്നത്. അടിമകൾ എങ്ങനെയാണോ, അടിമത്തം എങ്ങനെയാണോ, അതിനെ കുറിച്ചാണ് ഈ വചനത്തിൽ കൂടെ അല്ലലിയ പ്രവാചകൻ പറയുന്നത്. അവൻ ചുമക്കുന്ന നുകം, അങ്ങനെ കഴുത്തിൽ കൊണ്ടുവച്ച് കൊടുത്ത മൃഗത്തിന്റെ കഴുത്തിൽ കൊണ്ടുവച്ച് കൊടുത്തൊരു നുകം കൊണ്ട് അവനെ പണി ചെയ്യിപ്പിക്കുന്ന അവന്റെ യജമാനൻ അല്ലെങ്കിൽ ആ വ്യക്തി. ഹല്ലേലൂയ. എല്ലാവർക്കും ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ നുകം വെച്ച് അവരെ ിക്കുന്ന അടിമത്തം എന്ന മുഖം, അതൊരു അടിമത്തമാ പ്രിയപ്പെട്ടവരെ. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മുഖം ഹല്ലേലൂയ എവിടെ വെച്ചിരിക്കുക? അത് ചുമക്കുകയാ. ആരുടെ കഴുത്തിലാണോ ആ നുകം വെച്ചിരിക്കുന്നത്? കാളയുടെ കഴുത്തിൽ കൊണ്ട് ആ നുകം വെച്ചിരിക്കുമ്പോൾ ആ കാള അതിനെ ചുമന്നുകൊണ്ടാണ് അതിലെ നടക്കുന്നത്. അതെ, ചുമക്കുന്ന അടിമത്തം. കാരണം മറ്റൊരാളുടെ അല്ലെങ്കിൽ വാക്കിനല്ലേ, അല്ലെ മറ്റൊരാൾ ചെയ്യിപ്പിക്കുന്ന കാര്യമല്ലേ. അതുകൊണ്ടാണ് ഇവിടെ അടിമത്തത്തെ സൂചിപ്പിക്കുന്നത്. കഴുത്തിൽ കൊണ്ടുവച്ചിരിക്കുന്ന നുകം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധ ശക്തമായി പറയുന്നു. നിങ്ങളുടെ ജീവിതമാകുന്ന ജീവിതമാകുന്ന ജീവിത സാഹചര്യങ്ങൾക്കകത്ത് നിങ്ങളുടെ കഴുത്തിനകത്ത് കൊണ്ട് നുകം വെച്ചുകൊണ്ട് നിങ്ങളെ കുനിയിപ്പിക്കുന്ന ചില മേഖലകളാണ്. നാളുകളായി കഴുത്തിൽ കൊണ്ട് മുഖം വെക്കുന്ന അനുഭവം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ആ മുഖത്തെ ഞാനൊന്ന് എടുക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ? എത്ര പേർ ദൈവത്തെ ഇന്ന് രാത്രി നിങ്ങൾ ചുമക്കുന്ന ചില മൃഗങ്ങളെ ഈ രാത്രി ദൈവം അതിനെ തകർത്തുകൊണ്ട് അതിനെ എടുത്തു മാറ്റാൻ ശക്തമായും ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാ ശക്തമായി ഇടപെടുക. രണ്ടാമതായി പറയുന്നു ചുമലിലെ കോല്. ചുമലിലെ കോലെന്ന് പറയുമ്പോൾ ചുമലിലെ കോല് എന്താണ്? അതിനൊരു വിശദീകരണം എന്ന് ചോദിച്ചാൽ സങ്കീർത്തനക്കാരൻ 81-ാം സങ്കീർത്തനം അതിന്റെ 6-ാം വാക്യത്തിന് പ്രകാരം പറയുന്നു, ഞാൻ അവന്റെ തോളിൽ നിന്നും ചുമട് നീക്കി. ഞാൻ അവന്റെ ചുമലിൽ കൊണ്ട് തോളിൽ കൊണ്ടാണ് എന്ത് വെച്ചിരിക്കുന്നത്? മുഖം വെച്ചിരിക്കുന്നത്. അവന്റെ ചുമലിൽ നിന്ന് എന്താ കോല്. ഞാൻ അവന്റെ ചുമലിൽ നിന്ന് ചുമട് നീക്കിയത്, ആ തോളിൽ നിന്ന് ചുമട് നീക്കിയെന്ന് തിരുവചനം വ്യക്തമായി രാത്രി സംസാരിക്കുന്നു. അവന്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞതുപോലെ കൊണ്ട് തോളിൽ കൊണ്ട് മുഖം വെച്ച കൈകളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന അന്യായമായ ചില ബന്ധങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ ആ അടിമത്തത്തിനകത്ത് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവാത്മാവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന
പരിശുദ്ധാത്മാവ് നമുക്ക് കൈമാറുന്ന അടകാറബൽ ഘടകൻ ഏറ്റെടുക്കുന്നവർക്കായി അതിന്റെ പ്രാർത്ഥിക്ക് ഏറ്റെടുത്ത് വിശ്വസിക്കുന്നവർക്കായി Amen. Thank you, Jesus. പറയുന്നു അവൻ ഭാരമുള്ള വേല. ആ അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം നോക്കുമ്പോൾ അത് സർവ്വതം വാക്യത്തിനകത്ത് പറയുന്നു അല്ലെങ്കിൽ മുന്നോട്ട് ഇന്ന് രാത്രിയില് ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ എന്നാണ് ഇന്ന് രാത്രി ഞാൻ അവർ ജനം സൗണ്ട് ക്ലിയർ ആകുന്നില്ല. ഇടയ്ക്ക് ഇങ്ങോട്ട് ശരിയാകുന്നില്ല, കേൾക്കത്തില്ലല്ലോ. ക്ലിയർ ആകുന്നുണ്ടോ? ഇപ്പൊ കേക്കാം. ഇടയ്ക്ക് ബ്രേക്ക് ആയിട്ടായിരുന്നു സിസ്റ്റർ. നോക്കണേ. സിസ്റ്റർ ക്ലിയർ അല്ല കേട്ടോ. സിസ്റ്റർ ക്ലിയർ അല്ല. ഒന്ന് ഇറങ്ങിയിട്ട് കയറാവോ? ഓക്കെ ഓക്കെ. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ക്ലിയറാ. ഓക്കെ. അവരുടെ ഭാരമുള്ള വേലക്കകത്തിരുന്ന ജനത്തെ, അതായത് ഫർവോൻ തന്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ പിടിച്ചുകൊണ്ടുപോയി അടിമകളാക്കി അടിമത്തത്തിനകത്ത് കിടക്കുന്ന തന്റെ ജനത്തെ മോശ മുഖാന്തരം കർത്താവ് ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവന്ന അതേ മോശ മുഖാന്തരം ദൈവം ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവന്ന പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അടിമത്തത്തിനകത്ത് കിടന്ന തന്റെ ജനത്തെ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ, സ്വതന്ത്രമാകാൻ കഴിയാതെ, തങ്ങൾ അധ്വാനിച്ചതിന് ഫലം കിട്ടാതെ, തങ്ങൾ നേടി ഒന്നിനും അവർക്ക് നേരാവണ്ണം ഭക്ഷണം കിട്ടാതെ, റെസ്റ്റ് കിട്ടാതെ, അങ്ങനെ അവർ ആ അടിമത്തത്തിനകത്ത് കടന്നപ്പോൾ അധ്വാനിക്കുന്നതിന്റെ നന്മ ലഭിക്കാൻ കഴിയാതെ, ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ അവരെ പുറത്തു കൊണ്ടുവന്ന മോശ മുഖാന്തരം ഉദ്ധരിച്ച പുറത്തു കൊണ്ടുവന്ന് തങ്ങളെ അടിമപ്പണി ചെയ്യിച്ച ഫറവോന്റെ കയ്യിൽ നിന്ന് അതേ മോശ മുഖാന്തരം ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവന്ന തന്റെ ജനത്തെ വിടുവിച്ച ഊര്യ വേലക്കകത്തിരുന്ന ജനത്തെ മോശ മുഖാന്തരം ദൈവം വിടുവിച്ചു. ഉർധരമന ഉടകറകലമന ഘടകസ്യ ഉടകരാജമന ദുബല പ്രബലമന ഘടകസ്യ. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഈ രാത്രി ദൈവത്തെ കേൾക്കുന്നില്ല സിസ്റ്ററെ? കേൾക്കാം സിസ്റ്റർ. ഉടക റബലമന ഘടകസ്യ. അങ്ങനെ അവരെ ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവന്നു. അവൻ ചുമക്കുന്ന നുഖവും അവന്റെ ചുമലിലെ കോലും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. മൂന്നാമതായി പറയുന്നു, മിദ്യാന്റെ നാള്, അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടി, ഹല്ലേലൂയ, ചുമക്കുന്ന നുഖം, ചുമലിലെ കോല്, ദണ്ഡിപ്പിക്കുന്നവന്റെ വടി, ഉടകരാജ പ്രബലമന ഘടകസ്യ. ഹല്ലേലൂയ. എന്താണ് ദണ്ഡിപ്പിക്കുന്നവന്റെ വടി? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. വേണ്ടതും
അധ്വാനിച്ചിട്ട് നന്മ പ്രാപിക്കാൻ കഴിയാതെ അവരെ പണിയിപ്പിച്ച ഹല്ലേലൂയ അനുഭവത്തിൽ നിന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന ഊര്യ വേലയിൽ നിന്നും ദൈവം അവരെ ഉദ്ധരിച്ച അവരുടെ ഭാരമുള്ള വേലയ്ക്കകത്തു നിന്നും ഊര്യ വിചാരകന്മാർ നിമിത്തം ആ നുകത്തിനകത്തുനിന്ന് പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അതുപോലെ പറയുന്നു യോസഫിനെ കുറിച്ച് പറയുന്നു, ഞാൻ അവന്റെ തോളിൽ നിന്നും ചുമട് നീക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ള അല്ലല്ലേ ദൈവജനമേ, ദൈവം ഈ രാത്രി നിങ്ങളോട് ആരോടൊക്കെയോ ദൂത് കൈമാറുകയാ. ഞാൻ അവന്റെ തോളിൽ നിന്നും ചുമട് നോക്കി. അതെ, മാറത്തില്ല എന്ന് പറയുന്ന ചില അടിമനുഖങ്ങൾ, മാറത്തില്ല എന്ന് പറയുന്ന അടിമനുഖങ്ങൾ, ആമേൻ, വർഷങ്ങൾ കൊണ്ട് പറ്റിയിരിക്കുന്ന ചില അടിമനുഖത്തിനകത്തു നിന്നും ദൈവം നിങ്ങളെ ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാ. ഉടകരാജ പ്രബലമനകടകസ്യ അർത്ഥമന റീകാലമനകടകസ്യ. കൈകൾ കുട്ടവിട്ടൊഴിഞ്ഞെന്ന് പറയുമ്പോൾ ഈ മിസ്രൈമിലെ പെയിന്റിങ്ങിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. അതായത് മിസ്രൈമിലെ ഇസ്രായേൽ ജനത്തെ കൊണ്ട് പണിയിപ്പിക്കുമ്പോഴോ ആ പെയിന്റിങ്ങിൽ കാണാം മണ്ണ് ചുമക്കുന്നത്, കട്ട ചുമക്കുന്നത്, അങ്ങനെ അല്ലെങ്കിൽ ഓരോന്ന് കൊട്ടയ്ക്കകത്ത് ഇങ്ങനെ എടുത്തുകൊണ്ടവര് കട്ടകളൊക്കെ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ പെയിന്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് അല്ലലിയ അങ്ങനെ കുട്ടയ്ക്കകത്ത് ചുമന്നുകൊണ്ട് അതിലെ മണ്ണെടുക്കുന്നതും കലങ്ങൾ നിർമ്മിക്കുന്നതുമായ ധാരാളം ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ട് കാണുമെന്ന് ഞാൻ ദൈവനാമത്തിൽ വിശ്വസിക്കുക. അങ്ങനെ അടിമത്തത്തിനകത്തു നിന്നും ആ നുഖങ്ങൾക്കകത്തു നിന്ന് നിങ്ങളെ വിടുവെക്കുന്ന അല്ലെങ്കിൽ ഒരു ഭാഗമല്ലേ സങ്കീർത്തനക്കാരനും പ്രവാചകനും ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണമേ. ഇന്ന് രാത്രിയില് ഹല്ലേലൂയ ഒരു വലിയ സ്വാതന്ത്ര്യം, ചില അടിമത്തങ്ങൾ പൊട്ടി, ചില ചങ്ങലകൾ പൊട്ടി നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ പറയുന്നു, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, അന്യായമായി ബന്ധിച്ചു വെച്ചിരിക്കുന്ന ഹല്ലേലൂയ ചില അടിമത്തങ്ങളെ, ചില ബന്ധനങ്ങളെ ഇന്ന് രാത്രി ദൈവം നിങ്ങളിൽ നിന്ന് അഴിക്കാൻ പോകുന്നു. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഹല്ലേലൂയ ചില അടിമത്തങ്ങൾ, അന്യായമായി ചില വ്യക്തികളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന മുഖങ്ങൾ, അടിമത്തങ്ങള് ഇന്ന് രാത്രി അഴിയാൻ പോകുക. അതാ കർത്താവ് പറയുന്നത്. അന്യായമായി ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങള്, അതേ കെട്ടിവെച്ചിരിക്കുന്ന ചങ്ങലകള്, കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടാൻ പോകുകയാണ്. എത്ര പേര് എത്ര പേർക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നു? ഉടകരാജ പ്രബലമനഘടകസിയ. അതേ, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ, സ്വതന്ത്രമാകാൻ കഴിയാതെ വെച്ചിരിക്കുന്ന ചില അമിക്കയറുകൾ, ഹല്ലേലൂയ, മുന്നോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന ശത്രുവിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി അതിനെ അഴിക്കാൻ പോകുകയാ. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. അതായത് ഇന്ന് മുഖങ്ങള് ദൈവാത്മാവ് ഒരു കാഴ്ച കാണിക്കുകയാ. താളിയോലകൾക്കകത്ത് എഴുതി വെച്ചിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നാളുകളായി ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി ചിലരുടെ മേലിൽ നിന്ന് അഴിയാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. അത് മറിഞ്ഞു ഹല്ലേലൂയ പേജുകളിൽ കടന്നു വരുമ്പോൾ ചില അടയാളങ്ങൾ അതിന്മേൽ ദൈവം വെളിപ്പെടുത്തുന്നു. ഇന്ന് രാത്രി ചിലരുടെ ജീവിതത്തെ ഞാൻ പറയുമ്പോൾ ചിലരുടെ ഹൃദയങ്ങളിൽ അത് ഹല്ലേലൂയ വ്യക്തമായി ഇടപെടും. എന്നോടാണെന്ന് അങ്ങനെയുള്ളവർ ആമേൻ പറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്തൊരു വിടുതല. നാളുകളായി നിന്നെ കെട്ടിവെച്ചിരിക്കുന്ന അടിമനുഖത്തിൽ നിന്നും ബന്ധിച്ചു വെച്ചിരിക്കുന്ന അമിക്കയറുകളെ ദൈവം ഇന്ന് രാത്രി പൊട്ടിക്കാൻ പോവുകയാണ്. എത്ര പേര് സ്തുതിക്കുന്നു? എത്ര പേർക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നു? അടകരാജ അർത്ഥമനഘടകം ഉടകറകല ദീപൽ പ്രൗഢി അടകറകൽ മനഘടകസിയ. ഹല്ലേലൂയ. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും. ഹല്ലേലൂയ ഹല്ലേലൂയ. അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടി നിങ്ങൾ ഒന്ന് ഹല്ലേലൂയ ഭാവനയിൽ കണ്ടേ. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? മുഖം വെച്ച് ആ വെച്ചിരിക്കുന്ന വ്യക്തി ആ മനുഷ്യരെ കൊണ്ട്, വ്യക്തിയെ കൊണ്ട് അവന്റെ ഇഷ്ടത്തിന് ഒരു മൃഗത്തെ പോലെ പണിയിപ്പിക്കുന്ന അനുഭവം. മുഖം വെച്ചു കൊടുത്തിരിക്കുക. എന്നിട്ട് അവന്റെ വെച്ചു കൊടുത്തിരിക്കുന്ന വ്യക്തി വെച്ചയാളിനെ
അവന്റെ ഇഷ്ടം പോലെ പണിയിപ്പിക്കുകയാ. Hallelujah. കഴുത്തിൽ വെച്ചിരിക്കുന്ന നുകം ആലലെ ഇന്ന് രാത്രി ആലലെ പണികളെല്ലാം ചെയ്യിക്കുകയാ. ഹല്ലേലൂയ. അവനെ അല്ലലെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടി അടിമപ്പണി ചെയ്യിക്കുന്നു. അടിമത്തത്തിനകത്ത് കിടന്ന മനുഷ്യനെ അവൻ ദണ്ഡിപ്പിക്കുന്ന, ഒരു കാരണവുമില്ലാതെ വേദനിപ്പിക്കുന്നുവെന്ന് ഇന്ന് രാത്രി പ്രവാചകൻ വിളിച്ചു പറയുക. ഒന്നാമത് ചോദിക്കുക, ചില പ്രതിസന്ധികൾക്കകത്തൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യാതൊരു കാരണമില്ലാതെ അല്ലേ നമ്മൾ ചിലതൊക്കെ അനുഭവിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കിക്കേ, ഇപ്പോൾ നമ്മളൊക്കെ പറയത്തില്ലേ, എന്തിനാ ഞാൻ അനുഭവിക്കുന്നത്, ഇത് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, പറയുക ആ അവസ്ഥകൾക്കെല്ലാം ആ ദണ്ഡിപ്പിക്കുന്ന വടിയും ഒരു കാരണമില്ലാതെ നിന്നെ വേദനിപ്പിക്കുന്ന അനുഭവത്തിനകത്തു നിന്ന് ദൈവം ഇന്ന് രാത്രി നിന്നെ പുറത്തു കൊണ്ടുവരും. ഉടകരാജം പ്രബലം അടുത്തതായി പറയുന്നു, മിദ്യാന്റെ നാളിനെ പോലെ നീ അതിനെ ഒടിച്ചു കളയും. എന്താണ് ഈ മിദ്യാന്റെ നാൾ? ആരാണ് ഈ മിദ്യാൻ? ഹല്ലേലൂയ. എന്താണ് മിദ്യാന്റെ പ്രത്യേകത? മിദ്യാന്റെ നാളിലെ പോലെ നീ അതിനെ ഒടിച്ചു കളയും. വായിക്കാം നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഫ്രയിൽ അബിയസ്രിയനായ യോവാഷിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ കോതുമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെയുണ്ട്, നമുക്കിതൊക്കെയും ഭാവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഗിദെയോനെ കുറിച്ച് നമ്മളൊക്കെ പഠിക്കുന്ന ഒരു വാക്യമാണിത്. ആരായിരുന്നു ഗിദെയോൻ? യോവേശിന്റെ കരുവേലകത്തിന് കീഴെ ഇരിക്കുന്ന അവന്റെ മകനായ ഗിദെയോൻ, അബീമേലെക്കിന്റെ മകനായ ഗിദെയോൻ. ഹല്ലേലൂയ. എന്താണ് ചെയ്തത്? ഹല്ലേലൂയ. ഗോതമ്പ് മിദ്യാനയുടെ കയ്യിൽ കൊടുക്കാതെ ആ ഗോതമ്പിനെ അവൻ എന്ത് ചെയ്തു? മുന്തിരിച്ചക്കിന്റെ അടുത്ത് കൊണ്ട് മെതിക്കുന്ന അനുഭവം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെയോ പറയുന്നു. എന്താണ് മിദ്യാൻ? ആരാണ് മിദ്യാൻ? നമുക്ക് നോക്കാം. അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് ഇടപെടുകയാ. അധ്വാനിച്ചു, 7 വർഷക്കാലം അവൻ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. തന്റെ ഇസ്രായേലിന്റെ നന്മ മുഴുവനും ഫലം കൊയ്യാൻ സമയമാകുമ്പോൾ അത് നന്മ മുഴുവനും മിദ്യാനായ ശത്രു അപഹരിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം. അധ്വാനിച്ചു, വിതച്ചു, വെള്ളം കോരി, വളമിട്ടു, ഒന്നിനും ഫലം കായ്ച്ച അത് കൊയ്യാൻ സമയമെടുക്കുമ്പോൾ ആ ഫലത്തെ കൊയ്യാൻ വിളഞ്ഞു കിടക്കുന്നത് കണ്ട് കൊയ്യാൻ വരുമ്പോൾ സമയമാകുമ്പോൾ ആ നന്മയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന മിദ്യാൻ, ഉടകരാജ പ്രബലമനഘടകസ്യ, നിന്റെ ജീവിതത്തിനകത്ത് നാളുകളായി നീ വിതച്ച് നന്മ പ്രാപിക്കാൻ കഴിയാതെ വണ്ണം നിന്റെ നന്മകളെ മിദ്യാനായവൻ കൊണ്ടുപോയിട്ടില്ലേ? രാത്രി ദൈവാത്മാവ് പറയുക, ഈ രാത്രി നീ അതിനെ തിരിച്ചു പിടിക്കുന്ന രാത്രിയായി തീരാൻ പോകുകയാ. അതെ, വിളഞ്ഞു കടന്നിട്ട് കൊയ്യാൻ ചെല്ലുമ്പോൾ അതിനെ ലഭിക്കാതെ വണ്ണം ശത്രു കൊണ്ടുപോകുക. അങ്ങനെ ഗിദെയോൻ എന്ന് പറഞ്ഞ ആ വ്യക്തി തന്റെ നന്മയെ 7 വർഷം തുടരെ ഇങ്ങനെ മിദ്യാൻ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ ഒരിക്കൽ അവൻ അങ്ങ് എഴുന്നേറ്റു.
എന്തിനു വേണ്ടി? തന്റെ നന്മയെ മിദ്യാന്റെ കൈ, ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ അതിനെ താൻ തിരിച്ചു പിടിക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ അവൻ ആ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന ഹല്ലേലൂയ തന്റെ ഗോതമ്പെല്ലാം ഹല്ലേലൂയ കൊയ്തെടുത്ത അതിനെ മുന്തിരി ചക്കിന്റെ അടുക്കൽ കൊണ്ടിട്ട് മെതിക്കുകയാ. എന്തിനാ? ഗോതമ്പ് ചക്കിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ മിദ്യാനായ ശത്രു കാണാതിരിക്കാൻ വേണ്ടി ഗോതമ്പ് ചക്കിന്റെ അടുത്ത് ഹല്ലേലൂയ മെതിക്കാതെ ഗോതമ്പ് മുന്തിരി ചക്കിന്റെ അടുത്ത് കൊണ്ട് മെതിച്ച ഹല്ലേലൂയ ആ നന്മയെ തിരിച്ചു പിടിക്കുന്ന പരാക്രമശാലിയായ വ്യക്തിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, അല്ലയോ പരാക്രമശാലിയായ പുരുഷ, ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? നിന്നെ പോലെ ഒറ്റ ഒരുത്തൻ മതി. എന്തിനാ? ഹല്ലേലൂയ. ഇസ്രായേലിന്റെ നന്മയെ ഹല്ലേലൂയ മിദ്യാന്റെ കയ്യിൽ നിന്ന് വിട്ടുവെച്ചെടുക്കുവാൻ നിന്നെ പോലെ ഒരുത്തൻ മതി. യഹോവ നിന്നോട് കൂടെയുണ്ട്. അപ്പൊ അവൻ ചോദിക്കുകയാ, യഹോവ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ നാൾ വരെയും അനുഭവിച്ച കഷ്ടത എന്താ? ഞാൻ ഇതുവരെയും അനുഭവിച്ച വേദന എന്താ? ഞാൻ ഇതുവരെയും അനുഭവിച്ച നഷ്ടം എന്താ? ഞാൻ ഇതുവരെയും അനുഭവിക്കുന്ന അടിമത്തം എന്താ? അല്ലെ, രോഗമെന്താ? എന്നാൽ ഹല്ലേലൂയ ദൈവം പറയുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. അതെ, രാത്രിയുടെ യാമത്തിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, ഇന്ന് രാത്രി ദൈവം നിന്നോട് സംസാരിക്കുകയാ. ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന്. ഓ, നീ ഏത് വിഷയത്തിനകത്താ ഇന്ന് രാത്രി വിതച്ചിരിക്കുന്നതാ? ഏത് വിഷയത്തിനകത്താ നീ വെള്ളം കോരിയിരിക്കുന്നതാ? ഏത് വിഷയത്തിനകത്താ നീ വളമിട്ടിരിക്കുന്നതാ? നാളിതുവരെ നിന്റെ നന്മയും കൊണ്ട് അല്ലെങ്കിൽ മിദ്യാൻ പോയെങ്കിൽ ഇന്ന് രാത്രി നീ അതിനെ തിരിച്ചു പിടിക്കുന്ന രാത്രിയാകുമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുകയാ. അടക റബല മന ഘടകസിയ അടകജാന പ്രബലമന വൈഡ പ്രബല വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് ചക്കിന്റെ അടുത്തല്ല, വളരെ ഭാരത്തോടെ, വളരെ വേദനയോടെ ശത്രു വരുമോ എന്ന് നോക്കി നിശ്ചയദാർഢ്യത്തോടെ അതിനെ എടുത്തുകൊണ്ട് മുന്തിരിച്ചക്കിന്റെ അടുത്തുകൊണ്ടിട്ട് ഹല്ലേലൂയ ആ നിസ്സഹനായ മനുഷ്യന്റെ അവസ്ഥ ഇന്ന് രാത്രി നിങ്ങളുടെ ഭാവനയിൽ ഒന്ന് കൊണ്ടുവന്നേ. ഉടകമന ഘടകസ്യ ഹല്ലേലൂയ. എങ്ങനെ ആ നന്മയെ തിരിച്ചു പിടിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യം, പിടിക്കുമെന്നുള്ള ആവലാതി മറുപുറത്ത് ഹല്ലേലൂയ. എങ്കിലും അവന്റെ ആ പരാക്രമം കണ്ട് ദൈവം അവനോട് പറയുക, പരാക്രമശാലിയെ, ദൈവം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ, രാത്രിയുടെ യാമത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തി ഉണ്ടെന്നുള്ളത് വ്യക്തമായി രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുക. നിങ്ങൾ നാളുകളായി പ്രാർത്ഥിച്ച ഫലം കാണുന്നില്ല എങ്കിൽ ഇന്ന് നിങ്ങളൊരു തീരുമാനത്തോടെ മടങ്ങുക. അതിന് രാത്രിയുടെ യാമത്തിൽ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമെന്ന്, അതിന് താമസമില്ലാതെ നിനക്ക് മറുപടി ദൈവം നൽകി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടപ്പെടാഞ്ഞിട്ടല്ല, ഉഴുതുമറിക്കാഞ്ഞിട്ടല്ല, അധ്വാനിക്കാഞ്ഞിട്ടല്ല, വിതയ്ക്കാഞ്ഞിട്ടല്ല, വെള്ളം കോരാഞ്ഞിട്ടല്ല, ഇതെല്ലാം ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്ന ഫലം കാണാതെ, ഓ റീബാലഘടകസിയ, ആഗ്രഹിക്കുന്ന ഫലം എടുക്കാൻ കഴിയാതെ ശത്രു അതിനെ അപകരിച്ചു കൊണ്ടുപോകുമ്പോൾ ദൈവം അതിനെ വിട്ടുകൊടുക്കാൻ അതിനെ വിട്ടുകൊടുക്കാൻ കഴിയാതെ വളരെ തീവ്രതയോടെ നിശ്ചയദാർഢ്യത്തോടെ ഉറപ്പോടെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് അത് വിട്ടുകൊടുക്കാതെ തിരികെ പ്രാപിക്കുന്ന ഗിദെയോനോട് ദൈവം പറയുക, പരാക്രമശാലിയെ, നീ ഒറ്റ ഒരുത്തൻ മതി മിദ്യാനെ തകർത്ത് കളയാൻ. അതെ, ശത്രുവിന്റെ തലയെ തകർക്കുവാൻ ദൈവസഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ മതി എന്ന ഇന്ന് രാത്രി ദൈവം വിളിച്ചു പറയുക. ഒരു ദേശത്ത് ഒറ്റ ഒരുത്തൻ മതി, നിശ്ചയത്തോടെ പ്രാർത്ഥിക്കുന്ന ഒറ്റ ഒരു ജീവിതം മതി, അതിനെയെല്ലാം തകർത്ത് കളയുവാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പറയുക. ഹല്ലേലൂയ. ആ നന്മയെ ശത്രുവിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ ആ നന്മയെ തിരിച്ചു പിടിക്കാൻ ഹല്ലേലൂയ ഗിദെയോൻ ഹല്ലേലൂയ പ്രയത്നിച്ചതുപോലെ ഈ രാത്രിയിൽ ഹല്ലേലൂയ നന്മ എന്തുമായിക്കൊള്ളട്ടെ, അത് നമ്മുടെ ആരോഗ്യമായിക്കൊള്ളട്ടെ, സമ്പത്തായിക്കൊള്ളട്ടെ, നമ്മുടെ കുടുംബമായിക്കൊള്ളട്ടെ, നമ്മുടെ ജോലി ആയിക്കൊള്ളട്ടെ, നമ്മുടെ തലമുറയുടെ വിഷയങ്ങളായിക്കൊള്ളട്ടെ, ഏതു വിഷയമായാലും ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ
അല്ലെങ്കിൽ ആ വിഷയത്തിനകത്തേക്ക് ചിലതിനെ ഒടിച്ചു കളഞ്ഞ, ചില മുഖങ്ങളെ ഒടിച്ചു കളഞ്ഞ ദൈവം നന്മകളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നുവെന്ന് ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. Amen. Hallelujah. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് നാം ഒടിച്ചു കളയുന്നത്, എങ്ങനെയാണ് നമ്മൾ ഒടിച്ചു കളയുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 27-ാം വാക്യം വായിച്ചാണ് ശ്രേ. യെശയ്യാ പ്രവചനം 27-ാം വാക്യം. ചാപ്റ്റർ ഏതാണ് സിസ്റ്റർ? യെശയ്യാവ് 10:27. ഓക്കെ. ഹല്ലേലൂയ. ഐസയ 10:27. അന്നാളിൽ അവന്റെ ചുമട് Yes. നിന്റെ തോളിൽ നിന്ന്, അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ആമേൻ. അതെ, അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ഹല്ലേലൂയ. അതേ, ചില ചുമടുകൾ നിങ്ങളുടെ തോളിൽ നിന്ന് നീങ്ങിപ്പോകും. നിങ്ങളുടെ നുകങ്ങൾ, ചില നുകങ്ങൾ നിങ്ങളുടെ കഴുത്തിൽ നിന്നും ശത്രു കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിൽ മേൽ കുനിയിപ്പിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിവർന്നു നിൽക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ കഴുത്തിൽ കൊണ്ടുവച്ച് അല്ലെങ്കിൽ ചില നുകങ്ങളെ, പ്രതിസന്ധി എന്ന നുകങ്ങളെ, പ്രതികൂലം എന്ന നുകങ്ങളെ, രോഗം എന്ന നുകങ്ങളെ, അടിമത്തം എന്ന നുകങ്ങളെ നിങ്ങളുടെ കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് ഹല്ലേലൂയ ആഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുക. അവന്റെ ചുമട് നിങ്ങളുടെ തോളിൽ നിന്നും അവന്റെ മുഖം നിങ്ങളുടെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. അതേ, അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം, അഭിഷേകം എന്ന പുഷ്ടി നിമിത്തം അല്ലെങ്കിൽ ചിലരുടെ മേൽ അല്ലെങ്കിൽ ഈ മുഖം തകർന്നു പോകുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ചിലരുടെ മേൽ വെളിപ്പെട്ടു വരുമെന്ന്, അല്ലെങ്കിൽ ഉടഞ്ഞു മാറത്തില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ നീങ്ങി പോകത്തില്ല എന്ന് പറയുന്ന, ഇനി ഒരിക്കലും അല്ലെങ്കിൽ വിടുതൽ പ്രാപിക്കത്തില്ലെന്ന് പറയുന്ന ചില പ്രതികൂലമാകുന്ന മുഖങ്ങളെ, ഹല്ലേലൂയ, ചുമടുകളെ ഇന്ന് രാത്രി ഹല്ലേലൂയ അഭിഷേകം എന്ന പുഷ്ടി കൊണ്ട് അതേ തകർത്തു മാറ്റാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാ. ഉടകാരാജപ്രവന അതേ, നാളുകളായി കുനിയിച്ചു വച്ചിരിക്കുന്ന ചില വിഷയങ്ങള്, അപവാദത്തിൽ കൂടെ കടത്തിവിടുന്ന ചില വിഷയങ്ങള്, ഹല്ലേലൂയ, ആ മുഖങ്ങളെ നിങ്ങളുടെ കഴുത്തിൽ നിന്ന് എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ കഴിയാതെ വണ്ണം കുനിയിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ആ മുഖത്തെ ഞാൻ തകർക്കാൻ പോകുകയാണ്. നാളുകളായി വിഷയത്തിനകത്ത് ഭാരപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്ത് ആ വിഷയമായി ഭാരപ്പെടുന്ന വ്യക്തിയോട് ദൈവാത്മാവ് ഇടപെടുകയാ. നാളുകളായി നീ ആ വിഷയത്തിനകത്ത് ആ മുഖത്തെ ഇന്ന് രാത്രി ഞാൻ എടുത്തു മാറ്റുകയാ. മാറത്തില്ല, നീങ്ങി പോകത്തില്ല, ഞാൻ ഇതിനകത്ത് പെട്ടുപോകുമെന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ ഉടകാറബലമന ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, അഭിഷേകം എന്ന പുഷ്ടി കൊണ്ട് ഇന്ന് രാത്രി നീ അതിനെ ഉടയ്ക്കണം. ഉടകാറബലമന കടക്കില്ല. അതേ, സങ്കീർത്തനക്കാരൻ അല്ലെങ്കിൽ 92-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കും. അതെ, എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയരും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എല്ലാ മേഖലകൾക്കകത്തും പൈശാചിക ശക്തികള് നുകങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ തലകളെ കുനിയിപ്പിച്ച് ഇരിപ്പിക്കുന്ന മണ്ഡലങ്ങൾക്കകത്ത് ഇന്ന് രാത്രി നിങ്ങളുടെ തലയെ ഉയർത്തുവാൻ, നിങ്ങളുടെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തുവാൻ ദൈവം ഇന്ന് രാത്രി ആഗ്രഹിക്കുക. ഒരു പുതിയ എണ്ണ, അഭിഷേകം എന്ന എണ്ണ ഇന്ന് രാത്രി നിങ്ങൾ പകരുകയാണ്. പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. ഹല്ലേലൂയ. ആരോടൊക്കെയോ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണമെന്നും അഭിഷേകത്തിന്റെ ശക്തി വേണമെന്നും ആഗ്രഹിക്കുന്നവരുടെ തല മുതൽ പാദം വരെ ഇന്ന് രാത്രിയില് ഹല്ലേലൂയ എണ്ണയൊലിച്ചിറങ്ങുന്നത് പോലെ അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തെ പകർന്ന് ഇന്ന് രാത്രി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ദൈവാത്മാവ് ശക്തമായി സംസാരിക്കുന്നു. ഉടകരാജ പ്രബലമസിയ
അതേ രാത്രിയിലാ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹാലേലൂയ, ഏതൊക്കെ മേഖലകളിലാ ശത്രു നിങ്ങളുടെ ജീവിതത്തിനകത്ത് നുകം വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ കഴുത്തിൽ കൊണ്ടുവന്ന്. ഹാലേലൂയ, സാമ്പത്തിക മേഖലയ്ക്കകത്ത് വിടുതലില്ലാതെ, ഹാലേലൂയ, കടബാധിത എന്ന പ്രതികൂലത്തിനകത്തൂടെ, ഹാലേലൂയ, ജീവിതത്തിനകത്ത് ഒരു നന്മ പ്രാപിക്കാൻ കഴിയാതെ ഒന്നെടുത്ത് ഒന്ന് മാറി വരുമ്പോൾ അതിലും വലിയ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നിങ്ങളെ അകപ്പെടുത്തി കൊണ്ടുപോകുന്ന ശത്രുവിന്റെ നുകക്കൈകളെ ഹാലേലൂയ ഇന്ന് രാത്രി ദൈവം അഴിക്കുകയാ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നത്? അതെ, അന്നാളിൽ നിന്റെ ചുമട് അവന്റെ തോളിൽ നിന്നും നീങ്ങിപ്പോകും, നുകം കഴുത്തിൽ നിന്നും മാറിപ്പോകും. ഹാലേലൂയ, ചുമടുകൾ നീങ്ങാൻ പോകുകയാ. ഈ നാൾ ഇതുവരെ നീ അനുഭവിച്ച ചില ചുമടുകൾ, ചില നുകങ്ങൾ ഇന്ന് രാത്രി ഈ പ്രയറിൽ കൂടെ അഴിയുകയാ. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? ഹാലേലൂയ, എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നു? എന്നോട് ഇന്ന് ദൈവം സംസാരിച്ചെന്ന എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? അങ്ങനെയുള്ളവരെല്ലാം ദൈവത്തെ പത്തുന്ന മുഖവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിഥ്യാന്റെ നാളിലെ പോലെ നീ ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. അഭിഷേകം എന്ന പുഷ്ടി നിമിത്തം ഹാലേലൂയ, ഹാലേലൂയ, അതേ മിഥ്യാന്റെ ശക്തികളെ അല്ലെങ്കിൽ ആ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും ആ നുകത്തെയും നീ ഒടിച്ചു കളയുവാൻ ഇന്ന് രാത്രി ദൈവം ഹാലേലൂയ നിന്റെ മേലൊരു അഭിഷേകം പകരാൻ പോകുകയാ. ഹാലേലൂയ, വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതേ, ഹാലേലൂയ, പ്രവാചകൻ പറയുക, ഹാലേലൂയ, ചുമക്കുന്ന നുകം, ചുമലിലെ കോല്, ദണ്ഡിപ്പിക്കുന്നവന്റെ വടി മിഥ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഈ വചനം നിങ്ങൾ ഹൃദയത്തിൽ ഇത് നിങ്ങൾ പ്രതിസന്ധി വരുമ്പോ നിങ്ങൾ അത് ഉരുവിടണം. അതേ, അല്ലെങ്കിൽ ചുമക്കുന്ന ചുമടും ചുമലിലെ കോലും ദണ്ഡിപ്പിച്ചവന്റെ വടിയും മിഥ്യാന്റെ നാളിലെ പോലെ ഞാൻ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഹാലേലൂയ, ഇന്ന് രാത്രിയില് ഹാലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹാലേലൂയ ഈ രാത്രിയില് ലെവ്യ പുസ്തകം 26-ാം അധ്യായം 13-ാം വാക്യം ഇപ്രകാരം പറയുന്നു. വായിച്ചേ സിസ്റ്ററെ. ലേവ്യ പുസ്തകം 26:3 അല്ലേ? 26:13 നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. ആമേൻ. നിങ്ങളെ മിസ്രയീമിൽ നിന്ന് മിസ്രയീമ്യർക്ക് അടിമകളാകാതെ വണ്ണം ഇരിപ്പാൻ അവരുടെ ദേശത്തു നിന്നും നിങ്ങളെ കൊണ്ടുവന്ന ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഹാലേലൂയ, നുകങ്ങൾ കാരണം അടിമത്തം അനുഭവിച്ച എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ കഴിയാതെ വണ്ണം ഹാലേലൂയ നമ്മൾ പറയാറില്ലേ, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്ന് മാറി പ്രശ്നത്തിനകത്തുനിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എന്ന്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, ഹാലേലൂയ, നിങ്ങളുടെ പ്രശ്നത്തിനകത്തുനിന്ന് അടിമകളാകാതെ, ശത്രുവിന്റെ കയ്യിൽ അടിമകളാകാതെ ഹാലേലൂയ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ഹാലേലൂയ നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. അതേ, ശത്രുവിന്റെ കയ്യിൽ നിന്നെ വിടവെച്ചത് ദൈവമായ കർത്താവാകുന്നുവെന്ന ഇന്ന് രാത്രി വചനത്തിൽ കൂടെ ദൈവം പറയുക, ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. നമ്മളൊന്ന് നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ കരുതലാണെന്ന്, ദൈവത്തിന്റെ കരമാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, അടിമത്തത്തിന്റെ എല്ലാ മണ്ഡലങ്ങളെയും മാറ്റിക്കൊണ്ട് ഇന്ന് രാത്രി നുകക്കൈകളെ ഒടിച്ച് ദൈവം നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ കൈകളെ, നിങ്ങളുടെ കൊമ്പുകളെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ അഭിഷേകത്തിന്റെ പുഷ്ടി എന്ന പരിശുദ്ധാത്മാവിന്റെ എണ്ണ അല്ലെങ്കിൽ ഈ രാത്രി നിങ്ങളെ തേൽപ്പിക്കുന്ന രാത്രിയാക്കി അതെ തീരാൻ പോകുന്നുവെന്ന്, മാറാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവിന്റെ രാത്രി ശക്തമായി ഇടപെടുകയാണ്. എത്ര പേര് ദൈവത്തിൽ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കഴുത്തിൽ കൊണ്ടുവച്ച് നാളുകളായി
വർഷങ്ങളായി നിങ്ങളെ കുനിയിപ്പിച്ച് വെച്ചിരുന്ന ചില വിഷയങ്ങൾക്കകത്തുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ ഹല്ലേലൂയ, ആലോചന പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അറിയാം ഞാൻ അനുഭവിച്ച ഈ വിഷയത്തിനായി ഇന്ന് മറുപടി എന്ന്. ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. നാളുകളായി നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ തലമുറയുടെ വിഷയത്തിനകത്ത് ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ വണ്ണം ചില നുഖങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങളുടെ കഴുത്തുകളെ കുനിയിപ്പിച്ച അനുഭവത്തിൽ നിന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാ. അതേ പുഷ്ടി നിമിത്തം നുഖം തകരും. നിങ്ങളുടെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയരും. പുതിയ എണ്ണ ാൻ പോവുകയാ. ഈ രാത്രി വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം നമ്മോട് സംസാരിച്ചതൊക്കെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നമുക്കൊന്ന് ശോധന ചെയ്യാം. എന്നോട് ദൈവം സംസാരിച്ചെന്ന് പറയുന്നവരെല്ലാം ഈ രാത്രിയിൽ ആമീൻ പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതൽ സംഭവിക്കും. ഈ രാത്രി വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുക. ഇതൊരു വെറും വാക്കല്ല, ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ രാത്രി നാളുകളായി, വർഷങ്ങളായി അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചില നുഖങ്ങളെ ദൈവം തകർത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് വലിയ വിടുതലുകളെ അയച്ച നിങ്ങളുടെ നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കാൻ പോകുന്നെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവുമായി ഇടപെടുകയാ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോകുകയാ. എല്ലാവരും ഹൃദയത്തിൽ ഒരു നിമിഷം ആ വചനത്തെ ഒന്ന് ഓർത്താട്ട്. അവൻ ചുമക്കുന്ന ചുമടും അവന്റെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മള് ഈ 4 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഏതൊക്കെ നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ദൈവം നിങ്ങളോട് സംസാരിച്ചെന്ന് ശക്തമായി തന്നെ ഞാൻ വിശ്വസിക്കുകയാ. ഈ രാത്രിയില് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകളെ ദൈവം നൽകി തന്ന് നിങ്ങളെ ആദരിക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി ശക്തമായി ഇടപെടുന്നു. ഹല്ലേലൂയ. വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ്